പ്രിൻസിപ്പിൾസ് ഓഫ് ഹെൽത്ത് എഡ്യൂക്കേഷൻ ക്ലാസ്സുകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഹെൽത്ത് എഡ്യൂക്കേഷനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ തത്വങ്ങൾ എന്തൊക്കെയാണെന്നാണ് ഈ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആരോഗ്യ വിദ്യാഭ്യാസത്തിൻ്റെ തത്വങ്ങൾ. ഇതിനാണ് നമ്മളിപ്പോൾ ഹെൽത്ത് എഡ്യൂക്കേഷൻ ആരോഗ്യ വിദ്യാഭ്യാസം തുടങ്ങുമ്പോൾ തന്നെ നമുക്കത് പ്രാവർത്തികമാക്കുമ്പോൾ നമുക്ക് എന്തൊക്കെ അറിഞ്ഞിരിക്കണം, അതിൽ എന്തൊക്കെയാണ് അതിൻ്റെ തത്വങ്ങൾ അടങ്ങിയിരിക്കുന്നതെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കിയാൽ മാത്രമാണ് നമുക്ക് നല്ല രീതിയിലുള്ള ആരോഗ്യ വിദ്യാഭ്യാസം കൊടുക്കാൻ പറ്റുള്ളൂ. അത് എന്തിനു വേണ്ടിയിട്ടാണ് കൊടുക്കുന്നത്? നമുക്ക് ഇപ്പം എന്തെങ്കിലും പ്രോബ്ലംസ്, ഇപ്പോൾ എന്തെങ്കിലും ഒരു അസുഖത്തെക്കുറിച്ചുള്ള എന്തെങ്കിലും ഇൻഫർമേഷൻ എന്തെങ്കിലും കൊടുക്കുകയാണെങ്കിലും നമ്മൾ കൊടുക്കുന്ന ഇൻഫർമേഷനുകൾ നമ്മൾ ഈ ഹെൽത്ത് എഡ്യൂക്കേഷൻ്റെ ഭാഗമായിട്ടാണ് ഇൻഫർമേഷൻസ് കൊടുക്കുക. നമ്മൾ നേരത്തെ പഠിച്ചു. അപ്പം അതിനെക്കുറിച്ച് ഇപ്പോൾ നമ്മൾ എന്തിനെക്കുറിച്ചാണോ നമ്മൾ സംസാരിക്കാൻ പോകുന്നത്, ആ സംസാരിക്കുന്ന വിഷയത്തെക്കുറിച്ച് ആധികാരികമായിട്ട് നമുക്ക് അറിവ് നേടിയിരിക്കണം. അപ്പോൾ മാത്രമാണ് നമുക്ക് ആ ഒരു ആരോഗ്യ വിദ്യാഭ്യാസം മറ്റുള്ളവർക്ക് ഇപ്പോൾ ഇൻഡിവിജ്വൽ ആണെങ്കിലും അതൊരു ഗ്രൂപ്പ് ആണെങ്കിലും ഒരു കമ്മ്യൂണിറ്റിക്കാണെങ്കിലും കൊടുക്കുന്നതിൽ നമുക്കതിന് കൃത്യമായിട്ടുള്ള അതിൻ്റെ ഫീഡ്ബാക്ക് നമുക്ക് ലഭ്യമാവുള്ളൂ. അപ്പം അത്തരത്തിൽ ആരോഗ്യ വിദ്യാഭ്യാസത്തിൻ്റെ തത്വങ്ങൾ എന്തൊക്കെയാണെന്നാണ് ഈ ക്ലാസ്സിൽ വിശദീകരിക്കുന്നത്. അപ്പം ഇതിലിപ്പം പറയുന്നത് എന്താണെങ്കിൽ, ഹെൽത്ത് എഡ്യൂക്കേഷൻ ബ്രിങ് ടുഗദർ ദി ആർട്ട് ആൻഡ് സയൻസ് ഓഫ് മെഡിസിൻ, അല്ലേ? മെഡിസിൻ്റെ നമുക്ക് അതിൻ്റെ മെഡിസിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ ദി പ്രിൻസിപ്പിൾസ് ആൻഡ് പ്രാക്ടീസ് ഓഫ് ജനറൽ എഡ്യൂക്കേഷൻ. ദി ലിങ്ക് ഈസ് ടു ബി ഫൗണ്ട് ഇൻ സോഷ്യൽ ആൻഡ് ബിഹേവിയറൽ സയൻസ്, സോഷ്യോളജി, സൈക്കോളജി ആൻഡ് സോഷ്യൽ ആന്ത്രോപോളജി. ഇത്തരം കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഹെൽത്ത് എഡ്യൂക്കേഷൻ്റെ ആരോഗ്യ വിദ്യാഭ്യാസത്തിൻ്റെ തത്വങ്ങൾ ഉൾപ്പെടുന്നത്. നമുക്ക് കൃത്യമായിട്ട് നമ്മൾ മെഡിസിനെ കുറിച്ചും അതുപോലെ തന്നെ ഓരോ അസുഖങ്ങൾ വരുമ്പോഴാണെങ്കിലും ഓരോ സാഹചര്യങ്ങളിലും നമ്മൾ എന്ത് രീതിയിലുള്ള ഇൻഫർമേഷനുകളാണ് നമ്മൾ പാസ് ചെയ്യുന്നത്, നമ്മൾ എന്തൊക്കെ ഔദ്യോഗികമായിട്ടുള്ള അറിയിപ്പുകൾ എന്തൊക്കെയാണ് കൊടുക്കുന്നത്, അപ്പോൾ അതിൻ്റെ തത്വങ്ങളൊക്കെ നമ്മൾ അത് എന്ത് രീതിയിൽ കൊടുക്കണം എന്നുള്ള തത്വങ്ങളാണ് നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത്. അതാണ് പ്രിൻസിപ്പിൾസ് ഓഫ് ഹെൽത്ത് എഡ്യൂക്കേഷനിൽ വരുന്നത്. അതിൽ ഫസ്റ്റ് പോയിൻ്റായിട്ട് വരുന്നത് ക്രെഡിബിലിറ്റിയാണ്, വിശ്വാസ്യത, അല്ലേ? നമ്മൾ പറയുന്ന കാര്യങ്ങൾ മറ്റുള്ളവർക്ക്, ഇത് കേൾക്കുന്നവർക്ക്, ഇപ്പോൾ ഓഡിയൻസിന്, ഇപ്പോൾ ഒരു ഗ്രൂപ്പാണെങ്കിലും ഒരു ഇൻഡിവിജ്വലാണെങ്കിലും ഒരു കമ്മ്യൂണിറ്റിയിലാണെങ്കിലും അവർക്കത് വിശ്വാസ്യത വേണം. എന്താ പറയുന്നത്? ദ മെസ്സേജ് മസ്റ്റ് ബി പെർസീവ്ഡ് ആസ് ട്രസ്റ്റ് വർത്തി എന്ന് പറയുന്നത്. ട്രസ്റ്റ് വർത്തി എന്ന് പറയുമ്പോൾ അതവർക്ക് വിശ്വസിക്കാൻ യോഗ്യമാവുന്നുള്ള മെസ്സേജുകളാണ്, വിവരങ്ങളാണ് നമ്മൾ കൊടുക്കേണ്ടത് ഹെൽത്ത് എഡ്യൂക്കേഷൻ്റെ ഭാഗമായിട്ട്. അപ്പോൾ ക്രെഡിബിലിറ്റിയുടെ ഭാഗമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? അവർക്ക് ഏറ്റവും വിശ്വാസകരമായിട്ടുള്ള രീതിയിലുള്ള മെസ്സേജുകളാണ് നമ്മൾ കൊടുക്കേണ്ടത്. ബേസ്ഡ് ഓൺ ഫാക്ട്, കൺസിസ്റ്റ് വിത്ത് സയൻറ്റിഫിക് നോളജ്, ലോക്കൽ കൾച്ചർ ആൻഡ് സോഷ്യൽ ഗോൾസ്. നമുക്കത് എന്താ ഞാൻ ആദ്യം പറഞ്ഞത്, നമുക്കതിന് ബേസ്ഡ് ഓൺ ദി ഫാക്ട്സ് കൺസിസ്റ്റ് ഓഫ് സയൻറ്റിഫിക് നോളജ്, നമുക്കത് കൃത്യമായിട്ടുള്ള സയൻറ്റിഫിക് ആയിട്ടുള്ള വിവരങ്ങൾ അടങ്ങിയിരിക്കണം. അതേപോലെ തന്നെ ലോക്കൽ കൾച്ചർ, ആ ഒരു ജനവിഭാഗത്തിന് ഏത് കൾച്ചറിലാണ്, ഏത് തരത്തിലുള്ള ആളുകളാണ് അവർക്ക് മനസ്സിലാവുന്ന രീതിയിലായിരിക്കണം നമ്മൾ ആ ഒരു ഇൻഫർമേഷൻ കൊടുക്കേണ്ടത്. ആൻഡ് സോഷ്യൽ ഗോൾസ്, അവിടെ നിന്ന് നമുക്ക് നേടിയെടുക്കാവുന്ന കാര്യങ്ങൾ, നമ്മൾ ഈ ഒരു വിവരം പാസ് ചെയ്തിട്ട് അവർക്കത് കൃത്യമായിട്ടുള്ള ഒരു റെസ്പോൺസ് നേടിയെടുക്കാനുള്ള ഉതകുന്ന തരത്തിലായിരിക്കണം, അത്ര വിശ്വാസയോഗ്യമായിട്ടുള്ള കാര്യങ്ങളായിരിക്കണം നമ്മൾ പാസ് ചെയ്യേണ്ടത്. ട്രസ്റ്റ് ആൻഡ് കോൺഫിഡൻസ് ഇൻ ദി കമ്മ്യൂണിക്കേറ്റർ ആർ എസെൻഷ്യൽ, അല്ലേ? ഈ കമ്മ്യൂണിക്കേറ്റർ എന്ന് പറയുന്നത് ആരാ? ഈ മെസ്സേജ് പാസ് ചെയ്യുന്നത്. ഇപ്പോൾ മെസ്സേജ് കൺവെർസേഷൻ അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന ആളാണ് കമ്മ്യൂണിക്കേറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ ആളുടെ കോൺഫിഡൻസ് ആണ്. ഒരു കാര്യത്തെക്കുറിച്ച് ഔദ്യോഗികമായിട്ട് എല്ലാ വിവരങ്ങളും അറിഞ്ഞിരുന്നാൽ നമുക്കത് ആ ഒരു എഡ്യൂക്കേഷൻ, ആ ഒരു കമ്മ്യൂണിക്കേഷൻ നടത്താൻ നമുക്ക് ഈസി ആയിരിക്കും. അപ്പം ആളുടെ ആ ഒരു കോൺഫിഡൻസിൻ്റെ പുറത്താണ് മറ്റുള്ളവർക്ക് ഇത് കേൾക്കുന്നത്. അപ്പം ഒരു നമുക്ക് ഉറച്ച വിശ്വാസം ഉണ്ടെങ്കിൽ ഒരു കാര്യം കൃത്യമായിട്ട് വ്യക്തമായിട്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റും. ആ ഒരു വ്യക്തതയാണ്, കോൺഫിഡൻസാണ്, അതുപോലെ തന്നെ ആളുടെ വിശ്വാസമാണ് എന്തുണ്ടാവുന്നത് ഈ കമ്മ്യൂണിക്കേഷനിലെ, ഈ ഹെൽത്ത് എഡ്യൂക്കേഷൻ്റെ ക്രെഡിബിലിറ്റിയുടെ നല്ല രീതിയിൽ കൊണ്ടുപോകുന്നു. വിശ്വാസ്യത വരുന്നത് നമുക്ക് കൃത്യമായിട്ട് അറിയുന്ന കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കുന്നു. അതാണ്, അപ്പോഴാണ് മറ്റുള്ളവർക്ക് ഇത് കേൾക്കുന്നവർക്ക് അതിൻ്റെ ഒരു വിശ്വാസ്യത ഉണ്ടാവുള്ളൂ. അപ്പോൾ ക്രെഡിബിലിറ്റി പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിശ്വാസ്യത ആണ് ഫസ്റ്റ് പോയിന്റ് വരുന്നത്. പ്രിൻസിപ്പിൾസ് ഓഫ് തത്വങ്ങൾ, ആരോഗ്യ വിദ്യാഭ്യാസത്തിൻ്റെ തത്വങ്ങളിലെ ഫസ്റ്റ് പോയിന്റ് വരുന്നത് ക്രെഡിബിലിറ്റിയാണ്. ഇനി അടുത്തത് ഇൻട്രസ്റ്റ് ആണ് വരുന്നത്. ഇൻട്രസ്റ്റ് പറയുന്നത് താല്പര്യം, അല്ലേ? ഹെൽത്ത് എഡ്യൂക്കേഷൻ ഷുഡ് റിലേറ്റ് ടു ദി പീപ്പിൾസ് ഇൻട്രസ്റ്റ്. അവർക്ക് പൊതുജനങ്ങൾക്ക് താല്പര്യമുള്ള വിഷയങ്ങളെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുമ്പോഴാണ്, അല്ലേ? പൊതുജനങ്ങൾക്ക് താല്പര്യമുള്ള വിഷയങ്ങളെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുമ്പോൾ അവർക്ക് കുറച്ചുകൂടി അത് കേട്ട് ഇരിക്കാനും അതേപോലെ തന്നെ അത് മനസ്സിലാക്കാനുള്ള ഒരു താല്പര്യം കൂടുതൽ കാണും.
പ്രോഗ്രാം ഷുഡ് അഡ്രസ് റിയൽ ഹെൽത്ത് നീഡ്സ് ഫോർ ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ. അവർക്ക് ആരോഗ്യപരമായിട്ടുള്ള എന്താണ് അവരുടെ നീഡ്സ്, അവരുടെ ആവശ്യകതകൾ എന്താണെന്നുള്ളതായിരിക്കണം നമുക്ക് ഈ കമ്മ്യൂണിക്കേഷൻ്റെ ഭാഗമായിട്ട്, ഹെൽത്ത് എഡ്യൂക്കേഷൻ്റെ ഭാഗമായിട്ട് അവർക്ക് കൊടുക്കേണ്ടത്. അതുപോലെ തന്നെ റെക്കഗ്നൈസിങ് ആൻഡ് അഡ്രസ്സിങ് ദി ആക്ച്വൽ നീഡ്സ് എൻഷുവർ മീനിങ് ഫുൾ എൻഗേജ്മെൻറ്റ്. അതും ഇത് തന്നെ പറയുന്നത് അവർക്ക് യഥാർത്ഥത്തിൽ അവർക്ക് എന്താണ് ആവശ്യമുള്ളത് അത് മനസ്സിലാക്കിക്കൊണ്ടായിരിക്കണം നമ്മൾ കമ്മ്യൂണിക്കേഷൻ അതുപോലെ തന്നെ അല്ലെങ്കിൽ ഹെൽത്ത് എഡ്യൂക്കേഷൻ നടത്തേണ്ടത്. അടുത്ത് വരുന്നത് പാർട്ടിസിപ്പേഷനാണ്. പാർട്ടിസിപ്പേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് പാർട്ടിസിപ്പേഷനിൽ വരുന്നത്? ആക്റ്റീവ് ലേണിംഗ് ത്രൂ കമ്മ്യൂണിറ്റി ഇൻവോൾവ്മെൻറ്റ് ഈസ് ക്രൂഷ്യൽ. ആക്റ്റീവ് ലേണിംഗ് ആണ് പാർട്ടിസിപ്പേഷനിൽ വരുന്നത്. ആക്റ്റീവ് ലേണിംഗ് ആണ്. ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്, മുന്നേ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളതാണ്. പാർട്ടിസിപ്പേഷൻ എന്ന് പറഞ്ഞാൽ ആക്റ്റീവ് ലേണിംഗ് ആണ്. ആക്റ്റീവ് ലേണിംഗ് ത്രൂ കമ്മ്യൂണിറ്റി ഇൻവോൾവ്മെൻറ്റ് ഈസ് ക്രൂഷ്യൽ. കമ്മ്യൂണിറ്റി ഇൻവോൾവ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളിപ്പം ഒരു ടോക്ക് നടത്തുകയാണ്, അല്ലെങ്കിൽ ഒരു കാര്യത്തെ ഒരു മെസ്സേജ് നമ്മൾ പാസ് ചെയ്യുകയാണ്. അപ്പോൾ അവിടെ ആ കമ്മ്യൂണിറ്റി ഇൻവോൾവ്മെൻറ്റ് എത്ര പേരാണ് അത് കേട്ടിരിക്കുന്നത്, ആ കമ്മ്യൂണിറ്റിയിൽ എത്ര പേരാണ് അതിൽ ഇൻവോൾവ് ചെയ്യുന്നത്, ആ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്, ഇതെല്ലാം ഒരു ആക്റ്റീവ് ലേണിംഗ് ആണ്. നേരിട്ടുള്ള പഠനമാണ് പാർട്ടിസിപ്പേഷനിൽ വരുന്നത്. ഓക്കെ. എൻകറേജ് പീപ്പിൾ ടു ഐഡൻറ്റിഫൈ ആൻഡ് സോൾവ് ദെയർ ഹെൽത്ത് പ്രോബ്ലംസ്. അവർ സ്വയം അവരുടെ ഹെൽത്ത് പ്രോബ്ലംസ് തിരിച്ചറിയുന്നതിനും അതുപോലെ തന്നെ അത് സോൾവ് ചെയ്യുന്നതിനുള്ള കാര്യങ്ങൾ അതിന് വേണ്ടിയിട്ടുള്ള പ്രോത്സാഹനം കൊടുക്കുകയാണ് പാർട്ടിസിപ്പേഷനിൽ വരുന്നത്. അല്ലെ, ഐഡൻറ്റിഫൈ ആൻഡ് സോൾവ് ദെയർ ഹെൽത്ത് പ്രോബ്ലംസ്. അവർ ആരോഗ്യപരമായിട്ടുള്ള അവരുടെ പ്രശ്നങ്ങൾ തിരിച്ചറിയുന്നതിനും അത് സോൾവ് ചെയ്യുന്നതിനും പാർട്ടിസിപ്പേഷൻ വഴി ചെയ്യാവുന്നതാണ്. ക്രിയേറ്റ് സെൻസ് ഓഫ് ഇൻവോൾവ്മെൻറ്റ്, പേഴ്സണൽ അക്സെപ്റ്റൻസ് ആൻഡ് ഡിസിഷൻ മേക്കിംഗ്. അതിലെ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ് വരുന്നത്. ഇൻട്രസ്റ്റ്, അതുപോലെ തന്നെ പേഴ്സണൽ അക്സെപ്റ്റൻസും ഡിസിഷൻ മേക്കിംഗ് ഒക്കെ ഈ പാർട്ടിസിപ്പേഷൻ വഴി നേടിയെടുക്കാവുന്നതും അതുപോലെ തന്നെ നമുക്കത് അങ്ങനെ ഒരു കൃത്യമായിട്ടുള്ളൊരു അവബോധം സൃഷ്ടിക്കുന്നതിനും ഹെൽത്ത് എഡ്യൂക്കേഷൻ്റെ ഈ പാർട്ടിസിപ്പേഷൻ എന്ന തത്വം വഴി നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളാണ്. അടുത്ത് വരുന്ന മോട്ടിവേഷനാണ്. മോട്ടിവേഷൻ നമ്മൾ നേരത്തെ വായിച്ചിട്ടുള്ളതാണത്. ഫണ്ടമെൻ്റൽ ഡിസൈർ ടു ലേൺ ആൻഡ് ചേഞ്ച് ബിഹേവിയർ ആണ്, അല്ലേ? ഫണ്ടമെൻ്റൽ ഡിസൈർ ടു ലേൺ ആൻഡ് ചേഞ്ച് ബിഹേവിയർ, അത് പഠിക്കുവാനും അതുപോലെ തന്നെ നമ്മുടെ സ്വഭാവത്തിൽ മാറ്റങ്ങൾ സൃഷ്ടിക്കുന്നതിനും മോട്ടിവേഷൻ കാരണമാകുന്നുണ്ട്. ഇൻസെൻറ്റീവ് പ്ലേ എ കീ റോൾ ഇൻ മോട്ടിവേഷൻ ഇൻഡിവിജ്വൽസ്. അവരുടെ പ്രോത്സാഹനങ്ങൾ ആ മോട്ടിവേഷൻ്റെ ഒരു കീ ആണ്. പ്രോത്സാഹനങ്ങൾ കൊടുക്കുന്നത് വഴി അതുപോലെ തന്നെ ഇൻഡിവിജ്വൽസിന് മോട്ടിവേഷനിൽ പ്രോത്സാഹനം കൊടുക്കുന്നത് വഴി അവരുടെ സ്വഭാവ മാറ്റങ്ങൾക്ക് ഒരുപാട് മാറ്റങ്ങൾ, സ്വഭാവ രൂപീകരണത്തിനും അതുപോലെ തന്നെ സ്വഭാവങ്ങൾക്ക് ഒരുപാട് മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ മോട്ടിവേഷൻ കൊണ്ട് കഴിയുന്നതാണ്. പോസിറ്റീവ് ഓർ നെഗറ്റീവ് ഇൻസെൻറ്റീവ്സ് ക്യാൻ ബി യൂസ്ഡ് ടു ഡ്രൈവ് ബിഹേവിയർ ചേഞ്ചസ്. അത് പോസിറ്റീവായിട്ടും കൊടുക്കാം അല്ലെങ്കിൽ നെഗറ്റീവായിട്ടും കൊടുക്കാം. ഇതൊക്കെ എന്തിനാണ് ഉപയോഗിക്കുന്നത്? അവരുടെ ബിഹേവിയറൽ ചേഞ്ച്, അവരുടെ സ്വഭാവത്തിലുള്ള ചേഞ്ച് ഉണ്ടാക്കുന്നതിന് വേണ്ടി അത് പോസിറ്റീവായിട്ടും അതുപോലെ തന്നെ നെഗറ്റീവായിട്ടും മോട്ടിവേഷൻ കൊടുക്കാം. അങ്ങനെയാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ മോട്ടിവേഷൻ കഴിഞ്ഞ് അടുത്തത് വരുന്നത് കോംപ്രിഹെൻഷൻ ആണ്. കോംപ്രിഹെൻഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സമഗ്രമായിട്ടുള്ളതെന്ന് പറയാം, അല്ലേ? ടൈലർ കമ്മ്യൂണിക്കേഷൻ ടു ദി ഓഡിയൻസ് അണ്ടർസ്റ്റാൻഡിങ് എഡ്യൂക്കേഷൻ ആൻഡ് ലിറ്ററസി ലെവൽ എന്ന് പറയും. എങ്ങനെയാണത് കൊടുക്കേണ്ടത്? സമഗ്രമായിട്ട് എങ്ങനെ കൊടുക്കുക? നമ്മൾ ആരോഗ്യ വിദ്യാഭ്യാസം കൊടുക്കുന്നത് എങ്ങനെയാണ് കൊടുക്കുന്നത്? ആ ഓഡിയൻസിൻ്റെ, അത് ആ ശ്രോതാക്കളുടെ അല്ലെങ്കിൽ അത് ഓഡിയൻസിൻ്റെ അവർക്ക് ഏത് തരത്തിലാണ് അവർക്കത് മനസ്സിലാവുന്നത്, എങ്ങനെ പറഞ്ഞാലാണ് അവർക്ക് മനസ്സിലാവുക, അതുപോലെ തന്നെ അവരുടെ വിദ്യാഭ്യാസത്തിൻ്റെ വിദ്യാഭ്യാസ ലെവല് അതിനനുസരിച്ച്. ഇപ്പം നമ്മൾ പല സ്ഥലങ്ങളിലും പോകുമ്പോഴും അവർക്കൊക്കെ ഒരു ലോ ലിറ്ററസി ലെവലായിട്ടുള്ള ആൾക്കാരുണ്ടാകും. അപ്പോൾ അവരുടെ അടുത്ത് നമ്മൾ ഹൈ ലെവൽ ലാംഗ്വേജിൽ അവരുടെ അടുത്ത് സംസാരിച്ചാൽ എന്നുവെച്ചാൽ ഇപ്പോൾ അവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ സംസാരിക്കുമ്പോൾ മാത്രമാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളിൽ അവരുടെ ഉള്ളിലേക്ക് എത്തുകയും അവരതിനനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുകയുള്ളൂ. അതാണ് പറയുന്നത്. അവരുടെ എഡ്യൂക്കേഷനും ലിറ്ററസി ലെവലിനനുസരിച്ചിട്ട് വേണം, അത്രയും സമഗ്രമായിട്ടുള്ള രീതിയിൽ വേണം ഈ ആരോഗ്യ വിദ്യാഭ്യാസം കൊടുക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അവോയ്ഡിങ് യൂസിങ് അൺഫെമിലിയർ വേർഡ്സ് ടു ജോർഗൻ ദേ മേ ഹിൻഡർ കോംപ്രിഹെൻഷൻ. അതാ പറഞ്ഞത് നേരത്തെ. നമ്മൾ ഹൈ ലെവലായിട്ടുള്ള ലാംഗ്വേജ് ഒക്കെ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം ഒരു സാധാരണക്കാരുടെ ഇടയിൽ പോയിട്ട് ഇംഗ്ലീഷിൽ സംസാരിക്കുകയാണെങ്കിൽ അവർക്കത് ഒട്ടും മനസ്സിലാവില്ല. നമ്മൾ പറയുന്ന കാര്യങ്ങൾ അവർക്ക് മനസ്സിലാവില്ല. അപ്പം ആ ഒരു ഒറ്റ കാരണം കൊണ്ട് ഇപ്പോൾ ഒരു കമ്മ്യൂണിക്കേഷന് ഒരു ബലവത്തായിട്ടുള്ള
പറഞ്ഞിട്ടുള്ള ഒരു റിസൾട്ട് കിട്ടില്ല, അതിന് മൈൻഡ് ചെയ്യില്ല, അവരത് കാര്യമാക്കില്ല. കാരണം ഒന്നും മനസ്സിലാവില്ല. മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞാൽ മാത്രമാണ്. അതാണ് ഈ സമഗ്രമായിട്ടുള്ള രീതി എന്ന് പറയുന്നത്. ഓരോ തലത്തിലും ഓരോ സ്ഥലങ്ങളിലും അവിടുത്തെ കൾച്ചറിനും അതുപോലത്തെ അവർക്ക് മനസ്സിലാവുന്ന രീതിയിലുള്ള അവരുടെ വിദ്യാഭ്യാസ നിലവാരത്തിനനുസരിച്ച് അവർക്ക് മനസ്സിലാവുന്ന രീതിയിലുള്ള തരത്തിലായിരിക്കണം ആരോഗ്യ വിദ്യാഭ്യാസം കൊടുക്കേണ്ടത്. അത് ഈ ആരോഗ്യ വിദ്യാഭ്യാസത്തിൻ്റെ തത്വങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുപോലെ തന്നെ കമ്മ്യൂണിക്കേഷൻ ഷുഡ് അലൈൻ വിത്ത് ദി മെൻ്റൽ കപ്പാസിറ്റി ഓഫ് ദി ഓഡിയൻസ്. അവർക്ക് മനസ്സിലാക്കാൻ പറയുന്നത് അവർക്ക് അവരുടെ ഒരു മെൻ്റൽ കപ്പാസിറ്റി നമുക്ക് അവരോട് ഫസ്റ്റിലേ തുടങ്ങുമ്പോൾ സംസാരിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അവരുടെ മെൻ്റൽ കപ്പാസിറ്റി എത്രത്തോളം ഉണ്ട്, അവർക്ക് ഏത് തരത്തിൽ പറഞ്ഞാലാണ് അവർക്ക് മനസ്സിലാവുന്നത്, ആ തരത്തിൽ വേണം നമുക്ക് ഈ ആരോഗ്യ വിദ്യാഭ്യാസം അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്, അല്ലേ. അടുത്ത പോയിന്റ് വരുന്നത് റീഇൻഫോഴ്സ്മെൻ്റ് ആണ്. എന്താ റീഇൻഫോഴ്സ്മെൻറ്റിൽ എന്താ പറയുന്നത്? റിപ്പീറ്റേഷൻ അറ്റ് ഇൻ്റർവെൽസ് ഈസ് നെസസറി ഫോർ എഫക്റ്റീവ് ലേണിംഗ്. തുടർച്ചയായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുക, തുടരെ പറഞ്ഞുകൊണ്ടിരിക്കുക. ഒരു കാര്യം പറഞ്ഞാൽ അത് വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ, ഓരോ ഇടവേളകൾക്ക് വിട്ട് വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അത് ഏറ്റവും എഫക്റ്റീവായിട്ടുള്ള ലേണിംഗ് ആവും. പല ആവർത്തി പറഞ്ഞുകൊണ്ടിരിക്കുക. അതാണ് റീഇൻഫോഴ്സ്മെൻറ്റിൽ വരുന്നത്. റീഇൻഫോഴ്സ് മെസ്സേജ് ത്രൂ ദി റിപ്പീറ്റേഷൻ ഇൻ ഡിഫറെൻറ്റ് വേ ടു എൻഹാൻസ് റിട്ടേൺ. അത് പല തരത്തിലും ഒരു കാര്യം തന്നെ നമ്മൾ പല തരത്തിലുമാണ് അവതരിപ്പിക്കേണ്ടതും അല്ലെങ്കിൽ പല തരത്തിലാണ് പറഞ്ഞു കൊടുക്കേണ്ടതും. അപ്പോൾ അത്തരത്തിലുള്ള ഒരു മെത്തേഡ് യൂസ് ചെയ്യുമ്പോൾ അവർക്ക് ഏതെങ്കിലും ഒരു തരത്തിൽ അവർക്കത് അവരുടെ ഉള്ളിലേക്ക് ഈ മെസ്സേജ് എത്തും. അപ്പോൾ അവർ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, ഇനി അടുത്ത് പറയുന്നത് ലേണിംഗ് ബൈ ഡൂയിങ് ആണ്. അത് ആ ഒരു ആക്ഷൻ എന്താണ്? ലേണിംഗ് ഈസ് ആൻ ആക്ഷൻ ഓറിയൻറ്റഡ് പ്രോസസ്സ്, അല്ലേ. ലേണിംഗ് ബൈ ഡൂയിങ്ങിൽ ലേണിംഗ് ഈസ് ആൻ ആക്ഷൻ ഓറിയൻറ്റഡ് പ്രോസസ്സാണ് ലേണിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി എന്താ പറയുന്നത്? പ്രാക്ടിക്കൽ എൻഗേജ്മെൻറ്റ് ആൻഡ് ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസസ് ഫെസിലിറ്റേറ്റ് ബെറ്റർ അണ്ടർസ്റ്റാൻഡിംഗ് എന്ന് പറയുന്നത്. അതായത് പ്രാക്ടീസ് എൻഗേജ്മെൻറ്റ് എന്താ? ഹാൻഡ്സ് ഓൺ എക്സ്പീരിയൻസ് ഫെസിലിറ്റേറ്റ് ബെറ്റർ അണ്ടർസ്റ്റാൻഡിംഗ് പറഞ്ഞാൽ ഏറ്റവും സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന രീതികളാണ്. ഇപ്പോൾ ലേണിങ്ങിൽ നമ്മൾ പറഞ്ഞു ആക്ഷൻ ഓറിയൻറ്റഡ് പ്രോസസ്സാണ്. ഈ ആക്ഷൻ ഓറിയൻറ്റഡ് പ്രോസസ്സിലാണ് നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ കാര്യങ്ങൾ മനസ്സിലാക്കാനും കാര്യങ്ങൾക്കും കഴിയുന്നത്. ഇനി എന്താ അടുത്ത പോയിന്റ് വരുന്നത്? നോൺ ടു അൺനോൺ എന്ന് പറയുന്നുണ്ട്, അല്ലേ. ഇല്ലായ്മയിൽ നിന്ന് അറിയുക. പ്രോസസ് ഫ്രം ദി നോൺ ടു ദി അൺനോൺ ടീച്ചിങ്, അല്ലേ. നമുക്ക് ഇത് എഡ്യൂക്കേഷൻ വർക്ക് വി മസ്റ്റ് പ്രൊസീഡ് ഫ്രം ദി കൺസേൺ ടു ബി അബ്സ്ട്രാക്റ്റ് എന്ന് പറയുന്നുണ്ട്. പ്രൊസീഡ് ഫ്രം നോൺ ടു അൺനോൺ ടീച്ചിങ് ആണ് പറയുന്നത്. ബിൽഡ് ഓൺ എക്സിസ്റ്റിംഗ് നോളജ് ടു ഇൻട്രൊഡ്യൂസ് ന്യൂ കൺസെപ്റ്റ്. പുതിയ കൺസെപ്റ്റുകൾ അവതരിപ്പിച്ചുകൊണ്ട്, നമുക്കറിയില്ല ഇപ്പോൾ നമ്മൾ സംസാരിക്കുന്ന അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്നത് അതിൻ്റെ ഓഡിയൻസിന് അവർക്ക് അറിയില്ല ഇത് എങ്ങനെയാണ്, ഇത് എവിടെ നിന്നാണെന്നും അറിയില്ല. പക്ഷേ അത് പഠിക്കാൻ വേണ്ടിയിട്ടുള്ള സൗകര്യമാണ് പറയുന്നത്. ബിൽഡ് ആൻ എക്സിസ്റ്റിംഗ് നോളജ് ടു ഇൻട്രൊഡ്യൂസ് ന്യൂ കൺസെപ്റ്റ്. പുതിയ തലങ്ങളിൽ പുതിയ രീതികൾ ഓരോ കാര്യത്തെക്കുറിച്ച് പുതിയ തലങ്ങളിലും പുതിയ രീതികളിലും അവതരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതൊരു കൃത്യമായിട്ട് മനസ്സിലാക്കാനും ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള ഹെൽത്ത് എഡ്യൂക്കേഷൻ മെത്തേഡായിട്ടും അത് മാറാൻ സാധ്യതയുണ്ട്. ഡെവലപ്പ് സിസ്റ്റമാറ്റിക് നോളജ് ബൈ സ്റ്റാർട്ടിങ് വിത്ത് ഫെമിലിയർ കൺസെപ്റ്റ്. സിസ്റ്റമാറ്റിക്കലായിട്ടുള്ള അറിവുകൾ നമ്മൾ ഷെയർ ചെയ്തുകൊണ്ട് അത് ബൈ സ്റ്റാർട്ടിങ് വിത്ത് ഫെമിലിയർ കൺസെപ്റ്റ്. ഈസി ആയിട്ട് ഫെമിലിയർ കൺസെപ്റ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാധാരണഗതിയിൽ നമ്മൾ ഉപയോഗിക്കാൻ പറ്റാവുന്ന കൺസെപ്റ്റുകളിൽ അത് ഉപയോഗിക്കുകയാണെങ്കിൽ, അത് ഡെവലപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആരോഗ്യ വിദ്യാഭ്യാസം നല്ല രീതിയിൽ ഇത് കൊടുക്കാൻ പറ്റും. ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്. ഇനി അടുത്ത് വരുന്നത് സിറ്റിംഗ് ആൻഡ് എക്സാമ്പിൾ വരുന്നുണ്ട്. ഒരു ഉദാഹരണങ്ങൾ കൊണ്ട് നമുക്ക് അവരെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. എന്താ പറയുന്നത്? ഹെൽത്ത് എഡ്യൂക്കേറ്റർ ഷുഡ് ബി എക്സാംപ്ലിഫൈ ദി ബിഹേവിയർ ദേ പ്രൊമോട്ട്. അത് അവർക്ക് കൃത്യമായിട്ട് ഉദാഹരണങ്ങൾ സഹിതം പറഞ്ഞു കൊടുക്കുക. അപ്പോൾ കൃത്യമായിട്ട് അതിൻ്റെ ആശയം ഉൾക്കൊള്ളാനും മറ്റു കാര്യങ്ങൾക്കും പറ്റും. കൺസിസ്റ്റൻസി ബിറ്റ്വീൻ ടീച്ചിങ് ആൻഡ് പേഴ്സണൽ ആക്ഷൻ എൻഹാൻസ് ദി ക്രെഡിബിലിറ്റി, അല്ലേ. വിശ്വാസത എങ്ങനെ വരുന്നത്? കൺസിസ്റ്റൻസി ബിറ്റ്വീൻ ടീച്ചിങ് ആൻഡ് പേഴ്സണൽ ആക്ഷൻ. നമ്മളത് പറയുമ്പോഴും നമ്മളിപ്പോൾ അങ്ങനെ ഒരു സ്തൂപം പോലെ നിന്ന് വെറും സൗണ്ട് മാത്രമായിട്ടുള്ള ഒരു ടോക്കിൽ പ്രത്യേകിച്ച് ആരും ഒന്നും ശ്രദ്ധിക്കാൻ സാധ്യതയില്ല. കാരണം എന്താണ്, അവിടെ നിന്ന് വെറും ഇങ്ങനെ സൗണ്ട് മാത്രം വരുന്നു. നേരെ മറിച്ച് നമ്മൾ ഈ പറയുന്നതിൻ്റെ കൂടെ നമ്മൾ ആക്ഷനുകൾ ഉണ്ടാവുക, പേഴ്സണൽ ആക്ഷനുകൾ ഉണ്ടാവുക. പഠിപ്പിക്കുമ്പോൾ അത്തരം ഈ ആക്ഷനുകളിലൂടെ കൺസിസ്റ്റൻസി ബിറ്റ്വീൻ ടീച്ചിങ് ആൻഡ് പേഴ്സണൽ ആക്ഷൻ എന്ന് പറയുന്നത്, ആ ഒരു കൺസിസ്റ്റൻസി നിലനിർത്തുകയാണെങ്കിൽ ഒരു ടീച്ചിങ് ആണെങ്കിലും കൂടെ അതിനൊരു നല്ലൊരു വിശ്വാസ്യത ഉണ്ടാവാൻ വഴിയൊരുക്കും. സാധ്യതയല്ല, വഴിയൊരുക്കുന്ന കാര്യങ്ങളാണ്. അതാണ് സെറ്റിംഗ് ആൻഡ് എക്സാമ്പിൾ എന്ന് പറയുന്നത്. ഇനി ഗുഡ് ഹ്യൂമൻ റിലേഷൻസ് പറയുന്നുണ്ട്.
ബിൽഡിംഗ് ഗുഡ് റിലേഷൻഷിപ്പ് ഈസ് എ വൈറ്റൽ ഫോർ എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ. നല്ല വ്യക്തിബന്ധങ്ങൾ ഉണ്ടാക്കുകയാണെങ്കിൽ അത് ഒരു എഫക്റ്റീവായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ അവിടെ സാധ്യമാണ്. ഗുഡ് ഹ്യൂമൻ റിലേഷനിൽ വരുന്നത് ബിൽഡിംഗ് ഗുഡ് റിലേഷൻഷിപ്പ് ഈസ് എ വൈറ്റൽ ഫോർ എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ. എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ എന്ത് വേണം? നല്ല റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ എഫക്റ്റീവായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവും. അവിടെ അതേപോലെ തന്നെ അതിൽ വരുന്നത് ഷെയറിങ് ഇൻഫർമേഷൻ ആൻഡ് ഐഡിയാസ് ഈസ് ഫെസിലിറ്റേറ്റഡ് ബൈ പോസിറ്റീവ് ഹ്യൂമൻ കണക്ഷൻ. അപ്പോഴാണ് നമ്മൾ നല്ലൊരു നല്ലൊരു ബന്ധങ്ങൾ ഉണ്ടാകുമ്പോഴാണ് നമ്മൾ അവിടെ നല്ല രീതിയിലുള്ള കമ്മ്യൂണിക്കേഷൻ നടക്കുകയുള്ളൂ, ഇൻഫർമേഷൻ ഷെയറിങ് നടക്കുകയുള്ളൂ, അല്ലേ? അടുത്തത് വരുന്നത് ഫീഡ്ബാക്കാണ്. ഫീഡ്ബാക്കിൽ എന്താ പറയുന്നത്? ഫീഡ്ബാക്ക് ഈസ് ക്രൂഷ്യൽ ഫോർ മോഡിഫൈങ് എലമെൻറ്റ് ഓഫ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം. നമ്മൾ കമ്മ്യൂണിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ പഠിച്ചിരുന്നതിൻ്റെ ലാസ്റ്റ് പോയിൻ്റാണ് ഫീഡ്ബാക്ക്, അല്ലേ? നമ്മൾ ഒരു കമ്മ്യൂണിക്കേറ്റർ ഒരു മെസ്സേജ് പാസ് ചെയ്യുന്നു, അതിൻ്റെ ചാനൽ വഴി റിസീവറിലേക്ക് എത്തുന്നു. റിസീവറിൻ്റെ റെസ്പോൺസാണ് ഫീഡ്ബാക്ക് എന്ന് പറയുന്നത്, അല്ലേ? ആ റെസ്പോൺസ് ഓഡിയൻസിൽ നിന്നുള്ള റെസ്പോൺസ് ടു ദി കമ്മ്യൂണിക്കേറ്ററിലേക്കുള്ള ഒരു റെസ്പോൺസാണ് ഫീഡ്ബാക്ക് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ ഫീഡ്ബാക്ക് ഈസ് ക്രൂഷ്യൽ ഫോർ മോഡിഫൈങ് എലമെൻറ്റ് ഓഫ് ദി കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം. ഈ ഒരു ഫീഡ്ബാക്കാണ് ഈ കമ്മ്യൂണിക്കേഷനിൽ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ മാറ്റങ്ങൾ വരുത്താനും സഹായകരമാവുന്നത്. നല്ല രീതിയിലുള്ള ഒരു ടോക്ക് ആണെങ്കിൽ നല്ല രീതിയിലുള്ള ഒരു ഫീഡ്ബാക്ക് ഉണ്ടാവും, ചിലപ്പോൾ ക്ലാപ്പിംഗ് ഉണ്ടാവും. അത് അല്ലെങ്കിൽ ഈ കമ്മ്യൂണിക്കേഷൻ മോശമാണെങ്കിൽ ആളുകൾ ചിലപ്പോൾ സൈലൻ്റ് ആകും, അല്ലെങ്കിൽ കൂവിവിളികളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഇത്തരം സാഹചര്യങ്ങളും ആ സാഹചര്യത്തിൽ അപ്പോഴും തന്നെ നമുക്ക് മാറ്റങ്ങൾ കൈവരിക്കാൻ ഈ ഫീഡ്ബാക്ക് കൊണ്ട് നമുക്ക് പറ്റും, അല്ലേ? അലോ അഡ്ജസ്റ്റ്മെൻറ്റ് ബേസ്ഡ് ഓൺ ദി ഓഡിയൻസ് റെസ്പോൺസ് ഫോർ ഇമ്പ്രൂവ്മെൻറ്റ് എഫക്റ്റീവ്നെസ്. അപ്പോൾ ഈ ഓഡിയൻസിൻ്റെ റെസ്പോൺസിനനുസരിച്ച് നമുക്ക് ആ ടോക്കിനകത്ത് നമുക്ക് മാറ്റങ്ങൾ വരുത്താനും സാധ്യമാണ്. അതും ഈ ഹെൽത്ത് എഡ്യൂക്കേഷൻ തത്വങ്ങളിൽ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഫീഡ്ബാക്ക് എന്ന് പറയുന്നത്. ഇനി അടുത്ത് വരുന്നത് ലീഡേഴ്സാണ്. ലീഡേഴ്സ് എങ്ങനെയൊക്കെയാണ് ആരോഗ്യ വിദ്യാഭ്യാസത്തിൻ്റെ തത്വങ്ങളിൽ ലീഡേഴ്സിന് എന്തൊക്കെ കാര്യങ്ങളാണ് ഉള്ളതെന്ന് നോക്കാം. ഈ ലോക്കൽ ലീഡേഴ്സ് പ്ലേ എ കീ റോൾ ഇൻ ഹെൽത്ത് എഡ്യൂക്കേഷൻ. ലോക്കൽ ലീഡേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, അല്ലേ? നമ്മുടെ സമൂഹത്തിൽ ഇപ്പം ലോക്കൽ ലീഡേഴ്സ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഏറ്റവും ആദ്യം വരുന്നത് കമ്മ്യൂണിറ്റി വോളണ്ടിയേഴ്സ്, വാർഡ് മെമ്പേഴ്സ്, അതേപോലെ തന്നെ പൊളിറ്റിക്കൽ പേഴ്സൺസ്, ഇവരൊക്കെയാണ് ലോക്കൽ ലീഡേഴ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് പറഞ്ഞാൽ ജനസമ്മതിയുള്ള, നമ്മൾ നേരിട്ട് പറഞ്ഞാൽ കേൾക്കാത്ത ആളുകൾ, നേരെ മറിച്ച് ആ നാട്ടിലെ പ്രമുഖ വ്യക്തികൾ, അങ്ങനെ അത്തരത്തിലുള്ള ആളുകൾ പറഞ്ഞാൽ അനുസരിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അവരെയാണ് ഉദ്ദേശിക്കുന്നത് ഈ ലോക്കൽ ലീഡേഴ്സ് എന്ന് പറഞ്ഞത്. ലോക്കൽ ലീഡേഴ്സ് പ്ലേ എ കീ റോൾ ഇൻ ഹെൽത്ത് എഡ്യൂക്കേഷൻ. ആരോഗ്യ വിദ്യാഭ്യാസത്തിന് ഒരു കീ റോൾ, ഏറ്റവും പ്രധാനമായിട്ടുള്ള കീ റോൾ വഹിക്കുന്നത് ലോക്കൽ ലീഡേഴ്സാണ്. കൺവിൻസിങ് ലീഡർ അബൌട്ട് ദി പ്രോഗ്രാംസ് എൻഷുർ ദി സ്മൂത്തർ ഇംപ്ലിമെൻറ്റേഷൻ. അവർ വഴി നമുക്ക് ഇത്തരം പ്രോഗ്രാമുകളൊക്കെ വളരെ സ്മൂത്തായിട്ട് നടത്താനും പറ്റും, അല്ലേ? ഇതെന്തൊക്കെയാണ്? ആട്രിബ്യൂട്ട് ദി എഫക്റ്റീവ് ലീഡേഴ്സ് ഇൻക്ലൂഡ്. അവർക്ക് വേണ്ട സവിശേഷതകളും ഗുണങ്ങളാണ് പറയുന്നത്. അണ്ടർസ്റ്റാൻഡിങ് കമ്മ്യൂണിറ്റി നീഡ്സ്. എന്തൊക്കെയാണ്? ആ ഒരു കമ്മ്യൂണിറ്റിയിൽ അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങളെക്കുറിച്ചിട്ടുള്ള കൃത്യമായിട്ടുള്ള ഒരു അവബോധം ഈ ലീഡേഴ്സിന് ഉണ്ടായിരിക്കണം, അല്ലേ? എന്നാലല്ലേ നമ്മൾ സംസാരിക്കുമ്പോഴോ അല്ലെങ്കിൽ നമുക്കൊരു ഫീഡ്ബാക്ക് കിട്ടുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ ഒരു കാര്യം അവതരിപ്പിക്കുമ്പോൾ നമുക്കും അവരായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് ഈ ആളുകൾക്ക് ഇന്നതൊക്കെയാണ് ആവശ്യമുള്ളത്, ഇന്നതൊക്കെയാണ് അവരുടെ ആവശ്യകതകളെന്നൊക്കെ അവർ ഈ ലോക്കൽ ലീഡേഴ്സ് പറഞ്ഞു തന്നാലാണ് നമുക്ക് അതിനെക്കുറിച്ച് സംസാരിക്കാനും അതിന് വേണ്ടിയിട്ടുള്ള സേവനങ്ങളും സൗകര്യങ്ങളും ഒരുക്കി കൊടുക്കാനും പറ്റുള്ളൂ. അപ്പം അടുത്ത് വരുന്നത് ഗൈഡൻസ് പ്രൊവിഷൻ ഇനാക്റ്റീവ് റിസപ്റ്റീവ്നെസ്. അതെ, അവരെ നയിക്കാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ടായിരിക്കണം ലീഡേഴ്സിന്. ഇനി എന്താ പറയുന്നത്? ഐഡൻറ്റിഫിക്കേഷൻ വിത്ത് ദി കമ്മ്യൂണിറ്റി. ആ കമ്മ്യൂണിറ്റിയിൽ അവരെ കൃത്യമായിട്ട് തിരിച്ചറിയുന്ന ഒരാളായിരിക്കണം. ആ ഈ ലീഡേഴ്സിനെ കമ്മ്യൂണിറ്റിയിലെ ആളുകൾ കൃത്യമായിട്ട് തിരിച്ചറിഞ്ഞിരിക്കേണ്ടതും ആവശ്യമാണ്, അല്ലേ? അപ്പോൾ അങ്ങനെയുള്ളവരെ അല്ലേ നമ്മൾ ലോക്കൽ ലീഡേഴ്സ് എന്ന് പറയുള്ളൂ. ആരും അറിയാത്തവരെ നമ്മൾ ലോക്കൽ ലീഡേഴ്സ് എന്ന് പറയില്ല. അപ്പോൾ ഈ ലോക്കൽ ലീഡേഴ്സ് എന്ന് പറയുമ്പോൾ കമ്മ്യൂണിറ്റിയിൽ അവർക്കൊരു കൃത്യമായിട്ടുള്ള ഒരു ഐഡൻറ്റിറ്റി ഉണ്ടായിരിക്കണം. പിന്നെ അടുത്ത എന്താ പറയുന്നത്? സെൽഫ്ലെസ്നെസ്. അവർ വ്യക്തിഗതമായിട്ടുള്ള താല്പര്യങ്ങൾ മാത്രമായി ഒതുങ്ങിക്കൂടരുത്. ഇപ്പോൾ സമൂഹത്തിലെ മറ്റ് ജനതകൾക്കും അവർക്ക് എന്തൊക്കെയാണ് ആവശ്യകതകളോ അതൊക്കെ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കാനോ അത് നേടിക്കൊടുക്കുന്നതിനുള്ള ഒരു താല്പര്യം അവരിലുണ്ടായിരിക്കണം. അടുത്ത് പറയുന്നത് ഹോണസ്റ്റ്, വിശ്വസ്തത ആയിരിക്കണം. അക്സസിബിലിറ്റി, ഏത് സമയത്തും അവരെ സമീപിക്കാൻ ഉതകുന്ന ആയിരിക്കണം. സ്കിൽ ഇൻ എലക്റ്റിംഗ് കോർപ്പറേഷൻ. അവർ ഒരു സഹകരണ മനോഭാവം എപ്പോഴും നിലനിർത്തി കൊണ്ടുപോകുന്ന ആളുകളായിരിക്കണം.
ഇത്തരത്തിലുള്ള ഗുണങ്ങളാണ് ഈ ലീഡേഴ്സിന് ആവശ്യമുള്ളത്. ഇത്തരം കാര്യങ്ങളാണ് നമുക്ക് ആരോഗ്യ വിദ്യാഭ്യാസത്തിൻ്റെ തത്വങ്ങളിൽ പഠിക്കാനുള്ള പോയിന്റുകൾ. 12 പോയിന്റുകളാണ് പറഞ്ഞത്. അപ്പോൾ അതൊന്ന് കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കി വയ്ക്കുക. ഇനി നമുക്കിതിൻ്റെ പ്രാക്ടീസ് എങ്ങനെയാണെന്ന് നോക്കാം. പ്രാക്ടീസ് ഓഫ് ഹെൽത്ത് എഡ്യൂക്കേഷൻ, ആരോഗ്യ വിദ്യാഭ്യാസത്തിൻ്റെ പ്രാക്ടീസ് എങ്ങനെയാണെന്ന് നോക്കാം. നമ്മളതിൽ വരുന്നത് ഓഡിയോ വിഷ്വൽ എയ്ഡ്സുകൾ ഉപയോഗിക്കുന്നുണ്ട്. ഫസ്റ്റിൽ വരുന്നത് ഓഡിയോ വിഷ്വൽ എയ്ഡ്സുകൾ എന്ന് പറഞ്ഞാൽ എന്താ വരുന്നത്, നോ ഹെൽത്ത് എഡ്യൂക്കേഷൻ ഈസ് എഫക്റ്റീവ് വിത്തൗട്ട് ഓഡിയോ വിഷ്വൽ എയ്ഡ്സ്. നമുക്ക് ഒരു ആരോഗ്യ വിദ്യാഭ്യാസം കൊടുക്കുന്നതിന് ഓഡിയോ വിഷ്വൽ എയ്ഡുകളുണ്ടെങ്കിൽ, ഓഡിയോ വിഷ്വൽ എയ്ഡുകളിൽ നിന്ന് അതിൻ്റെ കൃത്യമായിട്ടുള്ള അതിൻ്റെ കാറ്റഗറീസ് കൊടുത്തിട്ടുണ്ട്. ഓഡിയോ എയ്ഡ്സ് ആയിട്ടുള്ള റേഡിയോ, ടേപ്പ് റെക്കോർഡർ, മൈക്രോഫോൺ, ആംപ്ലിഫയർ, ഇയർഫോൺ, ഇത്തരം കാര്യങ്ങളാണ് ഓഡിയോ എയ്ഡ്സിൽ വരുന്നത്. നമുക്ക് ശബ്ദം മാത്രമായിട്ട് സജ്ജീകരണങ്ങളിൽ വരുന്നത് റേഡിയോ, അതുപോലെ തന്നെ ടേപ്പ് റെക്കോർഡർ, മൈക്രോഫോൺസ്, ആംപ്ലിഫയർ, ഇത്തരം കാര്യങ്ങളൊക്കെ ഒരു കമ്മ്യൂണിക്കേഷൻ്റെ ഭാഗമായിട്ട് ആവശ്യമുള്ളതാണ്. അതുണ്ടെങ്കിലാണ് ഒരു എഫക്റ്റീവായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ അവിടെ നടക്കുള്ളൂ. ഇതൊക്കെ വരുന്നത് ഓഡിയോ എയ്ഡ്സ് വരുന്നത്. ഇനി വരുന്നത് വിഷ്വൽ എയ്ഡ്സുകളിൽ എന്തൊക്കെയാണ് വരുന്നത്, വിഷ്വൽ എയ്ഡുകൾ എന്തൊക്കെയാണ് വരുന്നത്, അതിന് പ്രൊജക്ഷൻ ആവശ്യമില്ല. അതിൽ വരുന്നതാണ് ചോക്ക് ബോർഡ് വരുന്നുണ്ട്, ലീഫ്ലെറ്റ് വരുന്നുണ്ട്, പോസ്റ്റർ വരുന്നുണ്ട്, ചാർട്ട് വരുന്നുണ്ട്, ഫൈനൽ ഗ്രാഫ്, എക്സിബിഷൻ, മോഡൽസ്, സ്പെസിമെൻ, ഇത്തരം കാര്യങ്ങളൊക്കെയാണ് വിഷ്വൽ എയ്ഡ്സിലായിട്ട് വരുന്നത്. കാരണം നമുക്ക് അതിനകത്ത് കണ്ടാൽ തന്നെ നമ്മൾ ആ വിഷ്വൽസിൽ കണ്ടാൽ തന്നെ നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു അവബോധം സൃഷ്ടിക്കാൻ, നമ്മൾ പറയാൻ പോകുന്ന കാര്യങ്ങളും അല്ലെങ്കിൽ തന്നെ നമുക്ക് സ്പ്രെഡ് ചെയ്യേണ്ട മെസ്സേജുകൾ ഈ വിഷ്വൽ എയ്ഡുകളിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതൊരു കൃത്യമായിട്ടുള്ള നല്ല രീതിയിലുള്ള ഒരു എഫക്റ്റീവായിട്ടുള്ള ഹെൽത്ത് എഡ്യൂക്കേഷനായിട്ട് മാറാൻ സാധ്യതയുണ്ട്. ഇനി വരുന്നത് വിഷ്വൽ എയ്ഡ്സ്. ഇപ്പോൾ നേരത്തെ പറഞ്ഞത് വിഷ്വൽ എയ്ഡുകളിൽ പ്രൊജക്ഷൻ ആവശ്യമില്ലാത്തതാണ്. ഇനി പ്രൊജക്ഷൻ ആവശ്യമുള്ള വിഷ്വൽ എയ്ഡുകൾ ഏതൊക്കെയാണ്, അതിൽ വരുന്നത് സ്ലൈഡ്സ് വരുന്നുണ്ട്, ഫിലിം സ്ട്രിപ്പ് വരുന്നുണ്ട് അല്ലേ. നമുക്ക് ചെറിയ ചെറിയ സ്ലൈഡുകൾ പ്രദർശിപ്പിക്കാം, അതേപോലെ തന്നെ ഈ ചെറിയ ഫിലിം സ്ട്രിപ്പുകൾ, ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് പ്രദർശിപ്പിച്ചുകൊണ്ട് ആരോഗ്യ വിദ്യാഭ്യാസം കൊടുക്കാം. ഇനി ഇതിന് കമ്പൈനായിട്ട് വരുന്നതാണ് കമ്പൈൻഡ് ഓഡിയോ വീഡിയോ എയ്ഡുകൾ വരുന്നുണ്ട്. അപ്പോൾ കമ്പൈൻഡ് ആയിട്ടുള്ള വരുന്നതിൽ എന്തൊക്കെയാണ് വരുന്നത്, അതിനകത്ത് വരുന്നതാണ് ടെലിവിഷൻ വരുന്നത്. ടെലിവിഷനിൽ അറിയാം നമുക്ക് സൗണ്ടും ഉണ്ടാവും വിഷ്വലും ഉണ്ടാവും. അതുപോലെ തന്നെ സൗണ്ട് ഫിലിം സിനിമകളിലുണ്ടാവും, സൗണ്ടും ഉണ്ടാവും. അതുപോലെ തന്നെ സ്ലൈഡ് ടൈപ്പ് കോമ്പിനേഷൻ, ഇത്തരം കാര്യങ്ങളാണ് ഓഡിയോ വീഡിയോ എയ്ഡുകളിലായിട്ട് വരുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് നമുക്കിതിൻ്റെ പ്രാക്ടീസിൽ വരുന്നത്. പ്രാക്ടീസ് മീൻസ് പറഞ്ഞാൽ എന്താ, നമ്മളിത് അവതരണ രീതികളാണ് അല്ലേ, ഹെൽത്ത് എഡ്യൂക്കേഷൻ്റെ അവതരണ രീതികളാണ് വരുന്നത്. ഓഡിയോ വിഷ്വൽ എയ്ഡുകളായിട്ട് അവതരണ രീതികൾ വരുന്നത്. അതിനകത്ത് ഇതിൽ ഇല്ലാത്ത കമ്മ്യൂണിക്കേഷൻ അതൊരു എഫക്റ്റീവ് ആവില്ല എന്ന് നമുക്ക് തീർച്ചയായിട്ടും പറയാൻ പറ്റും. അതിൽ ഓഡിയോ എയ്ഡുകളായിട്ട് റേഡിയോ, ടൈപ്പ് റെക്കോർഡർ, മൈക്രോഫോൺ, ആംപ്ലിഫയർ, ഇയർഫോൺസ്, ഇത്രയും കാര്യങ്ങൾ വരുന്നുണ്ട്. വിഷ്വൽ എയ്ഡുകളായിട്ട് ചോക്ക് ബോർഡ്, ലീഫ്ലെറ്റ്, പോസ്റ്റർ, ചാർട്ട്, ഫ്ലീനർ ഗ്രാഫ്, എക്സിബിറ്റ്, മോഡൽ, സ്പെസിമെൻ, ഇത്തരം കാര്യങ്ങളൊക്കെ വിഷ്വൽ എയ്ഡുകളായിട്ട് വരുന്നുണ്ട്. ഇനി വിഷ്വൽ എയ്ഡുകൾ പ്രൊജക്ഷൻ ആവശ്യമുള്ളത് സ്ലൈഡും ഫിലിം സ്ട്രിപ്പുകളും വരുന്നുണ്ട്. കമ്പൈൻഡ് ആയിട്ട് വരുന്നത് ടെലിവിഷൻ, സൗണ്ട് ഫിലിം, അതുപോലെ തന്നെ സ്ലൈഡ് ടേപ്പ് കോമ്പിനേഷൻ, ഇത്തരം കാര്യങ്ങളാണ് എ വി മീൻസ് ഓഡിയോ വീഡിയോ എയ്ഡുകളായിട്ട് വരുന്നത്. ഇനി എന്താ പറയുന്നത്, എ നോളജ് ഈസ് അഡ്വാൻറ്റേജസ് ഡിസ്അഡ്വാൻറ്റേജസ് ആൻഡ് ലിമിറ്റേഷൻ ഓഫ് ഈച്ച് എയ്ഡ് നെസസറി അല്ലേ. അതിൻ്റെ നമ്മൾ കൊടുക്കാൻ പോകുന്ന ഒരു ഇൻഫർമേഷൻ്റെ അതിൻ്റെ അഡ്വാൻറ്റേജുകൾ എന്താണ്, ഡിസ്അഡ്വാൻറ്റേജുകൾ എന്താണ്, ലിമിറ്റേഷൻ എന്താണ്, ഇതെല്ലാം തിരിച്ചറിഞ്ഞുകൊണ്ടേയിരിക്കണം. ലിമിറ്റേഷൻ ഓഫ് ഈച്ച് എയ്ഡ് ഈസ് നെസസറി. അതിനൊക്കെ ഇപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന ഉപാധികൾ ഏതാണ് യൂസ് ചെയ്യേണ്ടതെന്നൊക്കെ അതിൻ്റെ സ്വഭാവത്തിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ പ്രാക്ടീസ് ഓഫ് ഹെൽത്ത് എഡ്യൂക്കേഷൻ, അതുപോലെ തന്നെ ഹെൽത്ത് എഡ്യൂക്കേഷൻ്റെ തത്വങ്ങൾ നമ്മൾ ഈ വീഡിയോയിൽ പഠിച്ചു. ഇനി നമുക്ക് വരുന്നത് എൻ്റെ മെത്തേഡുകളാണ് വരുന്നത്. മെത്തേഡുകൾ അടുത്ത വീഡിയോയിൽ. മെത്തേഡ്സ് ഇൻ ഹെൽത്ത് എഡ്യൂക്കേഷൻ, ഹെൽത്ത് കമ്മ്യൂണിക്കേഷനാണ് വരുന്നത്. അത് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് വരാനുള്ളതാണ്. അപ്പോൾ അതൊരു സിംഗിൾ വീഡിയോ ആയിട്ട് അടുത്ത വീഡിയോയിൽ ഇടാം. ഓക്കെ.